നമസ്കാരം. പ്രധാന വാർത്തകൾ. ADGP RSS കൂടിക്കാഴ്ച DGP നേരിട്ട് അന്വേഷിക്കും. റോസബാലെ, റാം മാധവ് എന്നിവരെ കണ്ടത് 10 ദിവസത്തെ ഇടവേളയിൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെന്ന് MV ഗോവിന്ദൻ. അജിത് കുമാറിനെ മാറ്റണമെന്ന് PV അൻവർ. തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. കമ്മീഷണർ ചടങ്ങ് അലങ്കോലമാക്കിയപ്പോൾ ADGP ഇടപെടാത്തതെന്ത് എന്ന് പ്രതിപക്ഷ നേതാവ്. സതീശൻ തൃശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുന്നുവെന്ന് വി മുരളീധരൻ. പാർട്ടിയോട് ഇടഞ്ഞി P ജയരാജൻ. ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ പങ്കെടുത്തില്ല. പുഷ്പാർച്ചനയിൽ പേരുണ്ടായിട്ടും മാറി നിന്നത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായെന്ന് വിശദീകരണം. കോൺഗ്രസ് MP BJPയിലേക്കോ? മുതിർന്ന നേതാവ് BJP നേതൃത്വത്തെ സമീപിച്ചതായി ദേശീയ മാധ്യമം. പ്രതികരിക്കാനില്ലെന്ന് VD സതീശൻ. വ്യാജവാർത്തയെന്ന് K മുരളീധരൻ. അസംബന്ധമെന്ന് കൊടിക്കുന്നിൽ. ആരെന്ന് മാധ്യമങ്ങൾ കണ്ടെത്തണമെന്ന് MV ഗോവിന്ദൻ. ഹരിയാനയിൽ ഒറ്റയ്ക്ക് പോരാടാൻ AAP. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പട്ടികയിൽ 20 പേർ. പമ്പിംഗ് തുടങ്ങിയെങ്കിലും തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനായില്ല. ലഭ്യമാകുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യവകുപ്പ്. കുടിവെള്ളം മുട്ടിച്ചതെന്ന് VK പ്രസാദ് MLA. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ മനഃപൂർവ്വമുള്ള വീഴ്ചയെന്നും വിമർശനം. കൊച്ചിയിൽ മദ്യക്കുപ്പിയുമായി യുവാക്കളുടെ ബൈക്ക് യാത്ര. കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് RTO. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. കിറ്റ് ലഭിക്കുക മഞ്ഞക്കാർഡ് ഉടമകൾക്ക്. കിറ്റിൽ 14 ഇനം സാധനങ്ങൾ. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 1000 രൂപ ഉത്സവ ഭത്ത. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ നടപടിയെടുക്കാനും ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ കഴിഞ്ഞ വർഷം ADGP RSS നേതാക്കളെ കണ്ടത് 10 ദിവസത്തിനിടയിൽ 2 തവണയാണ് എന്ന വിവരങ്ങളും പുറത്തുവന്നു. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണത്തിൽ CPM നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനോട് നിർദ്ദേശിച്ചു. PV അൻവർ MLA ഉന്നയിച്ച പരാതികളിലും ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയാകും മുൻപേ ഈ അന്വേഷണം പൂർത്തിയാക്കണം. അതും DGP നേരിട്ട് അന്വേഷിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇതിനിടെയാണ് 2 RSS നേതാക്കളുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നും 2 കൂടിക്കാഴ്ചകളും 10 ദിവസത്തെ ഇടവേളയിലായിരുന്നു എന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബലയെ അജിത് കുമാർ കണ്ടത് 2023 മെയ് 22-നാണ്. തൃശൂർ വിദ്യാമന്ദിറിൽ നടന്ന കൂടിക്കാഴ്ച നീണ്ടുനിന്നത് 1 മണിക്കൂറോളമാണെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. അതേ വർഷം ജൂൺ 2-ന് മറ്റൊരു RSS നേതാവായ രാം മാധവിനെ തിരുവനന്തപുരത്തെ കോവളത്തുള്ള ഹോട്ടലിൽ വെച്ച് അജിത് കുമാർ കണ്ടെന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുമുണ്ട്. അന്ന് അജിത് കുമാറിനൊപ്പം 2 ബിസിനസ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നുവെന്നും അതിലൊരാൾ കണ്ണൂർ സ്വദേശിയും ചെന്നൈ കേന്ദ്രമാക്കി ബിസിനസ് നടത്തുന്ന വ്യക്തിയുമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഈ 2 സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളും മുൻപ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. അന്ന് നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ADGPക്കെതിരായ നടപടിയിലേക്കുള്ള ആദ്യഘട്ട സൂചനയാണെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണം അട്ടിമറിക്കാനൊന്നും ആർക്കും കഴിയില്ല. അൻവറിന് പിന്നിൽ അൻവർ തന്നെയാണ്, വേറെ ആരുമില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആളാരാണ് എന്നുള്ളതെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തി അട്ടിമറിക്കാനുള്ള കഴിവൊന്നും ഒരൊറ്റയാൾക്കും കേരളത്തിൽ വേറെ ഇല്ലാത്ത
വെറുതെ ആവശ്യമില്ല. പ്രതിപക്ഷ MLA ആയ അൻവർ തന്നെയാണ് ഇത് പറയുന്നത്. ഒരട്ടിമറിയും നടക്കില്ല. DGP ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. അൻവറിന് പിന്നിൽ അൻവർ തന്നെ. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകുമെന്ന് PV അൻവർ. പറ്റിയാൽ നാളെ തന്നെ മുഖ്യമന്ത്രിയെ കാണുമെന്നും ഏറ്റവും വലിയ വിശ്വസ്തരാണ് ചതിക്കുന്നത് എന്നും അൻവർ പറഞ്ഞു. ADGP അജിത് കുമാർ ഈ ചുമതലയിൽ നിന്ന് തെറിക്കുന്നതോട് കൂടിയിട്ട് ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളുമൊക്കെ തെളിവുകളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ആ പൊസിഷനിൽ ഇപ്പോഴും ഇരിക്കുന്നതിൽ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ ബോധ്യങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കണമെന്ന് കൂടിയാണ്. ശബരിമലയിൽ ADGP അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന വിമർശനം. ആരോപണം ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആണ് ഉള്ളത്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നു കയറി. പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചു. പമ്പയിലെ പാർക്കിംഗ് ADGPയുടെ പ്രത്യേക നിയന്ത്രണത്തിൽ ആക്കി. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അസുഖകരമായി പെരുമാറി എന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. തൃശൂർ പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കമ്മീഷണർ ചടങ്ങ് അലങ്കോലമാക്കിയപ്പോൾ എന്തുകൊണ്ട് ADGP ഇടപെട്ടില്ല? ADGP മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്ന തന്റെ ആരോപണം സത്യമെന്ന് തെളിഞ്ഞു. അക്കൗണ്ട് തുറക്കാൻ സഹായിക്കാം എന്നായിരുന്നു വാഗ്ദാനമെന്നും VD സതീശൻ പറഞ്ഞു. തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ. അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെക്കുറിച്ചുമെല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ UDF ആവശ്യപ്പെടുകയാണ്, പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്ന സന്ദേശം. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ്. അതിനെ തുടർന്നാണ് പിന്നീട് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത്. പൂരം കലക്കാൻ വേണ്ടി നടത്തിയ PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ വിവാദങ്ങൾ പുകഞ്ഞിരിക്കെ ഫേസ്ബുക്കിൽ പരോക്ഷ വിമർശന പോസ്റ്റുമായി CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ്. ഉന്നം വേറെയാണ്, ജാഗ്രത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റ്. ശേഷം ആരെയും ഒരു പ്രശ്നത്തെയും മാത്രം മനസ്സിൽ കണ്ടല്ല എന്നും ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യം ഉയർത്തുന്ന മറ്റൊരു കുറിപ്പും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഈ പ്രശ്നത്തിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. PV അൻവറിന്റെ ആരോപണം തെറ്റ് എങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കേണ്ടതല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ്. ലോക്നാഥ് ബെഹ്റയെ ഏറ്റവും അധികം കാര്യങ്ങൾക്ക് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും VD സതീശൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതാണ്. അൻവർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടൊരു ഭരണകക്ഷി MLA വന്നു 10 ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? CPMന്റെ ഒരു ഘടന എന്താ? CPMന്റെ ഒരു ഘടന CPMൽ അത് അനുവദിക്കൂ? കോൺഗ്രസിൽ പോലും ഇപ്പൊ അനുവദിക്കാറില്ല. അതേതുപോലെയല്ല. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാൽ ആരെ വെല്ലുവിളിക്കുന്നു? എന്റെ ഓഫീസിനെ കുറിച്ച് മോശം പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. തുടർന്ന് സെക്രട്ടേറിയറ്റിന് പുറത്ത് MG റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നിലപാട് കടുപ്പിച്ച് EP ജയരാജൻ. പാർട്ടി പരിപാടികളിൽ ബഹിഷ്കരണം തുടരുകയാണ്. കണ്ണൂരിൽ നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിലും പങ്കെടുത്തില്ല. ചടയൻ ദിനാചരണത്തിൽ EP ജയരാജൻ പങ്കെടുക്കാതിരുന്നത് ആരോഗ്യ പ്രശ്നം കാരണം എന്നായിരുന്നു CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രതികരണം. EP ജയരാജൻ ചികിത്സയിലാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം.
ഏതെങ്കിലും അതൃപ്തി കൊണ്ടൊന്നും അല്ലല്ലേ? അദ്ദേഹത്തെ ആയുർവേദ ചികിത്സ കാണാൻ കഴിയും. പക്ഷെ ഒന്നും പറയുന്നില്ല. വീട്ടിൽ പോയാൽ അത് കാണാം. ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം ആയുർവേദ ചികിത്സ തുടങ്ങിയത്. പാർട്ടിയിൽ നിന്ന് അഹിതമായത് സംഭവിക്കുമ്പോഴുള്ള നീരസവും നിസ്സഹകരണവും ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതുമയുള്ളതല്ല. നേരത്തെയും പലതവണ പാർട്ടിയിൽ നിന്ന് ഓരോ തവണ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാതെയാണ് സെക്രട്ടറി യോഗത്തിന് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോയത്. അതിനുശേഷം ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാൻ പോലും ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചർച്ച ചെയ്യാനാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ നിന്നും ഇ പി ജയരാജൻ വിട്ടുനിന്നിരുന്നു. ഇന്ന് കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ ആണ് ഇ പി ജയരാജൻ പങ്കെടുക്കാൻ പാർട്ടി നിശ്ചയിച്ചിരുന്നത്. അവിടെ എ വിജയരാഘവനും പി കെ ശ്രീമതിക്കും ഒപ്പം ഇ പിയും പങ്കെടുക്കുമെന്നായിരുന്നു അറിയിപ്പ്. പക്ഷേ പി കെ ശ്രീമതി തിരുവനന്തപുരത്ത് എ കെ സെന്ററിന് മുന്നിൽ പാർട്ടി പതാക ഉയർത്തി ചടയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ എ വിജയരാഘവനും പങ്കെടുത്തു. പക്ഷേ ഇ പി ജയരാജൻ ഒരിടത്തും പങ്കെടുക്കാതെയാണ് തന്റെ നീരസം പ്രകടമാക്കിയത്. സിപിഎം വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തുന്ന അനുസ്മരണ പരിപാടികളിൽ ഒന്നാണ് അവരുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ചടയന്റെ അനുസ്മരണ ദിനം. അതിൽ നിന്നുകൂടി ഇ പി ജയരാജൻ വിട്ടുനിൽക്കുകയാണ്. എന്താണ് ഇ പി ജയരാജന്റെ ഭാവി പരിപാടി എന്നത് സിപിഎമ്മിനും വലിയ ആശങ്കയായി മാറുകയാണ്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ ഇ പി ജയരാജൻ നിസ്സഹകരിക്കുമ്പോഴും പിണങ്ങി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തന്നെ വിടവാങ്ങാൻ ആഗ്രഹിക്കുന്നു, മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത ശേഷവും ഏതാണ്ട് 6 മാസത്തോളം അദ്ദേഹം ഒരു പരിപാടിയിലും പങ്കെടുക്കാതെയോ ആ വാർത്ത നിഷേധിക്കാതെയോ അദ്ദേഹം പാർട്ടി പരിപാടികൾ മുന്നണി പരിപാടികളിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിന്നു. അന്നും പിണറായി ഇടപെട്ടാണ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അത്ര ഇടപെടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇ പി ജയരാജനെതിരെ അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്നൊഴിച്ചാൽ ഒരു സംഘടനാ നടപടിയും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിലോ അല്ലെങ്കിൽ പാർട്ടി മുന്നണി പരിപാടികളിൽ പങ്കെടുക്കാതെ വീഴ്ച വരുത്തിയതിന്റെ പേരിലോ സിപിഎം സംഘടനാപരമായി കൈക്കൊണ്ടിട്ടില്ല. മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഈ രീതിയിലുള്ള നിസ്സഹകരണം തുടർന്നാൽ സിപിഎം ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് പോയേക്കും. മാത്രമല്ല പി ജയരാജൻ ഇ പിക്കെതിരെ പാർട്ടി സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഉന്നയിച്ച പരാതിയും പാർട്ടിയുടെ പരിഗണനയിലാണ്. ഏതായാലും ഇ പി ജയരാജൻ ഉടനൊന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഈ നിസ്സഹകരണം അവസാനിപ്പിക്കാനോ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ എം പി ബി ജെ പിയിലേക്ക്. ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ബി ജെ പി സോഴ്സ് ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. മുതിർന്ന നേതാവായ എം പി എന്നതിന് അപ്പുറം നേതാവ് ആര് എന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല. ഈ നേതാവ് പാർട്ടിയിൽ ചേരാൻ താൽപ്പര്യം അറിയിച്ച് ബി ജെ പി നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ബി ജെ പിയിലെ പല നേതാക്കൾക്കും ഈ കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ച് വിയോജിപ്പുണ്ട് എന്നും വാർത്തയിൽ പറയുന്നു. മാധ്യമങ്ങളിൽ നൽകുന്ന എല്ലാ വാർത്തകളിലും പ്രതികരിക്കാനാവില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ ഈ വാർത്തയോടുള്ള പ്രതികരണം. അങ്ങനെ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാർത്തയ്ക്കും നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. നോക്കാം നമുക്ക് എന്താണെന്ന്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ എം പി ബി ജെ പിയിലേക്ക് എന്നത് വ്യാജ വാർത്തയെന്നായിരുന്നു കെ മുരളീധരൻ പ്രതികരിച്ചത്. കണ്ടു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതൊരു ഫേക്ക് ന്യൂസാന്ന് അറിയാൻ വലിയ കാര്യം. ബി ജെ പിയിലേക്ക് മാറാൻ നിൽക്കുന്ന കോൺഗ്രസ് എം പി ആരെന്ന് മാധ്യമങ്ങൾ കണ്ടെത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആവശ്യപ്പെട്ടു. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പോര്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 20 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ആം ആദ്മി പാർട്ടി പുറത്തിറക്കി. കോൺഗ്രസുമായുള്ള സഖ്യ ചർച്ചകൾക്കിടയിലാണ് പട്ടിക പുറത്തുവന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ സഖ്യസാധ്യത അന്തിമമാക്കണമെന്ന് AAP കോൺഗ്രസിന് അന്ത്യശാസനം നൽകിയിരുന്നു. ഹരിയാനയിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ ആം ആദ്മി പാർട്ടിയുടെ പഞ്ച്കുല ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് ഉപ്പൽ BJPയിൽ ചേർന്നു. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ് ഉപ്പലിനെ BJPയിൽ ചേർത്തത്. രാജ്യസഭാ MP കാർത്തികേയ ശർമ്മയും ഒപ്പമുണ്ടായിരുന്നു. ചില പാർട്ടി നയങ്ങളോടും തീരുമാനങ്ങളോടും യോജിപ്പില്ല, അതിനാൽ തുടരാൻ കഴിയില്ല എന്നാണ് ഉപ്പൽ രാജിക്കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സീറ്റ് വിഭജന ചർച്ചയിൽ അസ്വസ്ഥയായാണ് പാർട്ടി മാറ്റം എന്നാണ് സൂചന. കൽക്ക നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് AAP ടിക്കറ്റ് മത്സരിക്കാൻ ഉപ്പൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇടവേള. ഇതിൽ
കൊച്ചിയിൽ മദ്യക്കുപ്പിയുമായി യുവാക്കളുടെ ബൈക്ക് യാത്ര. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. സൗത്ത് പാലത്തിലൂടെയാണ് 4 യുവാക്കൾ മദ്യക്കുപ്പിയുമായി യാത്ര നടത്തിയത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും മനുഷ്യജീവന് ഭീഷണി സൃഷ്ടിച്ചതിനുമാണ് കേസ്. ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് RTO അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം ഭാഗികമായി പരിഹരിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് പമ്പിംഗ് ആരംഭിച്ചത്. ഇന്ന് തന്നെ പൂർണ്ണതോതിൽ കുടിവെള്ളം എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷ. ഇതിനിടെ കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ വീഴ്ചയാണ് വിതരണം പുനഃസ്ഥാപിക്കുന്നത് വൈകിയതിന് കാരണം എന്ന് VK പ്രശാന്ത് MLA ആരോപിച്ചു. അല്ല, വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോ നേമത്ത്, ഞാൻ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചതാണ്, നേമത്ത് പണി നടക്കുമ്പോൾ 2-3 വാൽവുകൾ അടച്ച് ആ പണി നടത്താൻ വേണ്ടി കഴിയും. പക്ഷെ ഇവിടെ സംഭവിച്ചത് അരുവിക്കരയിൽ തന്നെ ഷട്ട് ഡൌൺ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചു. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വലിയ വീഴ്ചയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞാനിന്ന് അതിനെ സംബന്ധിച്ച് പരാതികൾ നൽകും. ഇപ്പോ അടിയന്തരമായിട്ട് നടപടി പൂർത്തീകരിച്ച് പമ്പിംഗ് ആരംഭിച്ചു എന്നുള്ളതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പണ്ടുകാലത്ത് അരുവിക്കരയിൽ നമ്മൾ പ്ലാന്റ് അടക്കം നിർത്തിവെച്ച് പണികൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രയാസം ഇപ്പോൾ നഗരത്തിലുണ്ടായി എന്നുള്ളത് ചില ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. അത് പരിശോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് നൽകുന്നത്. അതുമാത്രമല്ല, അരുവിക്കരയിൽ വെള്ളമില്ലാതായാൽ നഗരവാസികൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ ഇതിന് പകരം സോഴ്സ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ 2000 കോടി രൂപയുടെ പ്രോജക്ട് ഉണ്ട്. ആ പ്രോജക്റ്റിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള പുതിയ പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കമിടണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതും മന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാണിക്കും. എന്തായാലും നഗരസഭ വളരെ കൃത്യമായി ഇടപെട്ടു. കാരണം 48 മണിക്കൂറിൽ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളൊരു അറിയിപ്പാണ് വാട്ടർ അതോറിറ്റി നൽകിയത്. അതിന്റെ യോഗങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. അപ്പോൾ അവിടെയും വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഴ്ചകളടക്കം ഗവൺമെന്റ് പരിശോധിക്കണം. തിരുവനന്തപുരം നഗരത്തിൽ ഈ സംവിധാനത്തിൽ ഇടപെട്ട് പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനും ഗവൺമെന്റ് തയ്യാറാകണമെന്ന് കൂടി ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം തലസ്ഥാനത്ത് ജലവിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വെള്ളം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തണമെന്നും വെള്ളം ശുദ്ധീകരിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ലഭ്യമാകുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കണം. കുടിവെള്ളം തിളപ്പിച്ച് ആറിയതിന് മാത്രം ശേഷം ഉപയോഗിക്കുക. കുട്ടികൾ, കിടപ്പ് രോഗികൾ, വൃദ്ധജനങ്ങൾ എന്നിവർക്ക് വായ കഴുകാനും കൈ കഴുകാനും തിളപ്പിച്ചാറിയ വെള്ളം നൽകുന്നതാണ് ഉത്തമം എന്നും പാചകത്തിനും പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിനും കൈയും വായും വൃത്തിയാക്കുന്നതിനും ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കണമെന്നും അറിയിപ്പിൽ ഉണ്ട്. യുവാവിനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. 30 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലുള്ള കേസിലാണ് മുൻകൂർ ജാമ്യം. അതിക്രമം നടന്നത് ബാംഗ്ലൂരുവിൽ ആയതിനാൽ അവിടേക്ക് കേസ് കൈമാറുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഇടക്കാല ജാമ്യം നൽകിയത്. ലൈംഗികാരോപണത്തിൽ നടൻ മുകേഷിനെ കൈവിടാതെ സർക്കാർ. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ നൽകില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അപ്പീലിന് സാധ്യതയില്ലെന്ന് മറുപടി നൽകാനാണ് തീരുമാനം. നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു. നടൻ നിവിൻ പോളിക്കെതിരായ കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തില്ല. നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസിൽ ഇന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നടക്കുക. അതിലൊന്ന്, ഇന്ന് തന്നെയായിരിക്കും ഈ പരാതിക്കാരിയുടെ ഈ ഒരു പരാതിയിൽ, അതായത് ഈ പരാതിക്കാരി ഈ പെൺകുട്ടിയാണ് ആദ്യം നേര്യമംഗലം പോലീസിന് പരാതി നൽകിയത്. ആ പോലീസിൽ പറയുന്നത് നിവിൻ പോളി അടക്കമുള്ള 7 പ്രതികൾ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ്. അതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുകയും നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയതും. ഇതിന്റെ ഒരു രഹസ്യമൊഴി, ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. മറ്റൊന്ന്, ഈ പരാതിക്ക് പിന്നാലെ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരുന്നു. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്. ഈ പറയുന്ന താൻ ദുബായിൽ പോയിട്ടുണ്ട്, അത് സിനിമയുടെ ആവശ്യങ്ങൾക്കാണ്, അല്ലാതെ ഈ പെൺകുട്ടിയെ തനിക്ക് പരിചയമില്ല. ഈ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ, അയാളുമായി സിനിമയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നതിലപ്പുറത്തേക്ക് ഈ കേസുമായോ ഈ പെൺകുട്ടിയുമായോ മറ്റു വ്യക്തികളുമായിട്ടോ തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല
എന്ന് നിവിൻ പോളി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിവിൻ പോളി മുഖ്യമന്ത്രിക്കും DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പാസ്പോർട്ടിന്റെ കോപ്പി അടക്കം പരാതിയായി നൽകിയത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്. മറ്റൊന്ന്, ഈ പരാതിക്കാരി പറയുന്ന തീയതി, അതായത് ഡിസംബർ 14, 15 തീയതികളിൽ താൻ ദുബായിലായിരുന്നില്ല, പകരം കൊച്ചിയിലെ തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. ആ ലൊക്കേഷനിലെ ഉണ്ടായിരുന്ന തെളിവുകളടക്കം നിവിൻ പോളിയുടെ പക്കലുണ്ട്. ഒപ്പം ആ സമയത്ത് താൻ വിദേശത്തേക്ക് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിന്റെ കോപ്പി, ഇതടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തുക. എന്തായാലും ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും നിവിൻ പോളി നൽകിയ കേസിൽ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും നിവിൻ പോളി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവുകളും നിവിൻ പോളിയുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി ആയിക്കോട്ടെ, ഈ പറഞ്ഞ തീയതി, അതായത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ 14, 15 എന്ന തീയതി പറഞ്ഞത്. പിന്നീട് ഈ പെൺകുട്ടി അത് തിരുത്തുകയും ചെയ്തു. താൻ അത് ഉറക്കപ്പിച്ചിലായിരുന്നു ഇത് പറഞ്ഞത്. ആ തീയതി തന്നെയാണോ എന്ന് കൃത്യമായ ഓർമ്മയില്ല. എന്തായാലും അന്വേഷണ സംഘം തന്നെ ഇത് കണ്ടെത്തട്ടെ. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഈ പെൺകുട്ടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസിലും നിവിൻ പോളി നൽകിയ പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റൈറ്റ്. അതേസമയം സംസ്ഥാനത്ത് ഓണക്കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിൽ ഉള്ളവർക്കും ആണ് ഓണക്കിറ്റ് ഇത്തവണ നൽകുന്നത്. വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റ് നൽകും. തുണിസഞ്ചി അടക്കം 14 ഇനങ്ങളാണ് കിറ്റിൽ ഉള്ളത്. 4 ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതീക്ഷ പങ്കുവച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440. 18 ക്യാരറ്റ് 5540, പവൻ 44320. വെള്ളി ഗ്രാം 89, കിലോ 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നിയമസഭാ